എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ കറികളോടുകൂടിയ വീട്ടിലെ ഊണ് റെസിപ്പിയാണ്. പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്കും നിത്യവും വീട്ടില് വെജിറ്റേറിയൻ ഊണൊക്കെ തയ്യാറാക്കുന്ന ആൾക്കാർക്കും ഇന്നത്തെ ഊണ് എങ്ങനെ എളുപ്പത്തിൽ എന്താകണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ ഊണ് റെസിപ്പിയിൽ ഞാൻ 2 കറികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടുതൽ കറികൾ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾ വീഡിയോ കാണാതെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കറി റെസിപ്പികൾ കാണാൻ ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ 2 കറികൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോസിൽ നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കറികളെല്ലാം തന്നെ തയ്യാറാക്കുന്നത്. അവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറികളുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വീട്ടിലെ ഊണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പോൾ നമുക്ക് ഊണ് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. ഇന്നത്തെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഊണാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യമേ നമുക്ക് കടല ഉലർത്ത് തയ്യാറാക്കാം. ഇതിനായിട്ട് 150 ഗ്രാം അളവിൽ കടല രാത്രിയിൽ തന്നെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഊണ് ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവാണ് കാണിച്ചു തരുന്നത്. 4 പേർക്കെന്ന് പറഞ്ഞാൽ ഒരു 5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവുണ്ടാകും. ഇനി നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുതിർത്തിയിട്ടുള്ള കടല വേവിക്കാൻ വിട്ടു കൊടുക്കാം. കടല വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കടല ഉലർത്താണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് അധികം ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർക്കണം. 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 10ഓളം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് 50 ഗ്രാം ചെറുപയർ പരിപ്പാണിത്. ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുവാണ്. പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ ആവശ്യമായ ഒരു കുടപ്പൻ കൂടി എടുത്തിട്ടുണ്ട്, വാഴക്കുടപ്പൻ. ഇത് രണ്ടും കൂടെ ഒരു തേങ്ങ അരച്ച കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കടല ഉലർത്തും തേങ്ങ അരച്ച കറിയും പിന്നെ ഒരു മാങ്ങാച്ചാറും. അതാണ് ഇന്നത്തെ നമ്മുടെ മെനു. കുടപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കഴുകാൻ പാടില്ല. കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി മാത്രമേ വെക്കാൻ പാടുള്ളൂ. പരിപ്പ് കഴുകി കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. കുടപ്പന് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചുകൂടെ വെക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ കുടപ്പന്റെ കറിയൊന്നും ഇളകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുഴച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് വെന്ത് വന്നിട്ടുള്ള പരിപ്പിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുടപ്പനും കൂടെ ചേർക്കാം. വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ കറികളെല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോസ്. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഈ ഒരു കുടപ്പന് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൂടി അടച്ച് വേവിച്ചെടുക്കാം. അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ കുടപ്പനിൽ ധാരാളം വെള്ളം ഉള്ളതാണ്. നമുക്കിനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ കടലയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഉലർത്ത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുടപ്പൻ കറിയുടെ അരപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് തന്നെ റെഡിയാക്കി വെക്കണം. അരമുറി നാളികേരവും 1 നുള്ളു ജീരകവും 3 അല്ലി കൊച്ചുള്ളിയും 1 വെളുത്തുള്ളി അല്ലിയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചു വെക്കാം. സമയത്ത് തന്നെ നമുക്ക് 8 വറ്റൽമുളകും 3 വെളുത്തുള്ളി അല്ലിയും 10 കൊച്ചുള്ളിയും കൂടി ചേർത്തൊന്ന് ചതച്ചുകൂടെ വെക്കണം. നമ്മുടെ വെള്ളക്കടല ഉലർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ കുടപ്പൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം വെന്തും കിട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെച്ചിട്ടുള്ള നാളികേരം കൂടെ കറിയിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം.
അതിനുശേഷം കറിയിലേക്ക് ചേർക്കാനുള്ള ഒരു താളിപ്പ് കൂടെ റെഡിയാക്കണം. കുടപ്പൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൊച്ചു സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കറി ചൂടായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കുടപ്പൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് മാറ്റി വെക്കാം. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുടപ്പൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കിതിന് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചതിന് ശേഷം കടല ഉലർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കടല ഉലർത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുക് ചേർക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. കറിവേപ്പില ചേർക്കാം. ഉള്ളിയും മുളകുമാണ് ചേർക്കേണ്ടത്. ഈ മുളക് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല വേവിച്ച് വെച്ച കടല ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. കടലയിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം മൂടി കടല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കടല ഉലർത്ത് വെള്ളമെല്ലാം വറ്റി പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. അതിനുശേഷം ഈ കടല ഉലർത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഊണ് വിളമ്പി തുടങ്ങാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ആദ്യം ഇതിലേക്ക് ചോറാണ് വിളമ്പുന്നത്. കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വാഴക്കുടപ്പൻ കറിയും കടല ഉലർത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ വെള്ളരിക്ക പച്ചടി കൂടെ വിളമ്പുന്നുണ്ട്. വെള്ളരിക്ക പച്ചടിയുടെ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിലുണ്ട്. ഇനി കൂർക്ക വറുത്തരച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ചോറിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാങ്ങാ പെരട്ട് അച്ചാർ കൂടെ വെച്ചിട്ടുണ്ട്. മാങ്ങാ പെരട്ട് വീഡിയോയും നമ്മുടെ മെയിൻ ചാനലിലുണ്ട്. ഇത് നമ്മുടെ റെസിപ്പികളെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുവാണ്. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു കറികളും ചോറൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കിക്കോളൂ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ഫോളോ ചെയ്താൽ മാത്രം പോരാ, തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് കുഞ്ഞു ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ഊണ് റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.